ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ സബ്ജക്റ്റിൽ 1 വരുന്ന ഔട്ട് പേഷ്യന്റ് സർവീസ്, ഇൻപേഷ്യന്റ് സർവീസ്, അതേപോലെ തന്നെ നഴ്സിംഗ് സർവീസ്, ഈ 3 ചാപ്റ്ററുകളാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻസിൽ വരുന്നത്. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, അതേപോലെ തന്നെ നഴ്സിംഗ് സർവീസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് പറയാം എന്താണ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് കോംപ്ലക്സ് ബിൽഡിംഗ് ടൈപ്സ് ആണ്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ ഒരുപാട് എന്താ പറയാ പാരാമെഡിക്കൽ അല്ലാതെ കോഴ്സ് കഴിയാതെ തന്നെ നമുക്ക് എന്തുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് അതിന്റെ ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻസ്, അതേപോലെ തന്നെ റിസപ്ഷൻ. ഇനി നമുക്ക് എന്താണ് ഇൻ പേഷ്യന്റ് സർവീസ്, എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസ് നോക്കാം. ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി അവിടെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് എന്തൊക്കെ ടെസ്റ്റുകളാണോ ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് എല്ലാ പ്രൊസീജിയേഴ്സും വിതൗട്ട് സ്റ്റേ ആൻഡ് ഓവർ നൈറ്റ്, ഒരു രാത്രി പോലും അവിടെ താമസിക്കാതെ അവിടെ നിന്നും എല്ലാം കഴിഞ്ഞ് വിതിൻ ഫ്യൂ ഹവേഴ്സിനുള്ളിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അത്തരം സർവീസിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ഔട്ട് പേഷ്യന്റ് സർവീസിൽ വരുന്നത് വെൽനസ് ആൻഡ് പ്രിവെൻഷൻ, മറ്റൊന്നാണ് റീഹാബിലിറ്റേഷൻ, അതേപോലെ തന്നെ ഡയഗ്നോസും ട്രീറ്റ്മെന്റും. ഈ ഡയഗ്നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന എല്ലാ ലാബ് ടെസ്റ്റുകളും, MRI ടെസ്റ്റുകളായിക്കോട്ടെ, അതായത് റേഡിയോളജിക്കൽ ടെസ്റ്റ് ആയി കഴിഞ്ഞാലും നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആയി കഴിഞ്ഞാലും അതൊക്കെ വരുന്നത് ഈ ഡയഗ്നോസിസിലാണ്. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റിൽ പറയുന്നതാണ് നമ്മുടെ ഫിസിയോതെറാപ്പി, കീമോതെറാപ്പി, അതൊക്കെ ഈ എന്താ പറയാ ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് പേഷ്യന്റ് ആണോ ഇൻ പേഷ്യന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ അവിടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ, നമ്മൾ ചെയ്യുന്ന ഡയഗ്നോസിസ്, അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ആയാലും മറ്റേ എന്ത് തന്നെ കേസ് ആണെങ്കിലും നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാതെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരും. അത്തരം സർവീസിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഈ ഔട്ട് പേഷ്യന്റ് സർവീസിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അതിന് ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന ആകെയുള്ള ഒരു പ്രൊസീജിയർ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു, തിരിച്ച് നമ്മുടെ ഫാർമസിയിൽ നിന്ന് നമ്മൾ മെഡിസിൻ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. എന്നാൽ ഒരു ഇൻപേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് അവിടെ സ്റ്റേ ചെയ്യണം. ദേ വോണ്ട് ടു അല്ലെങ്കിൽ ദേ റിക്വയർ ടു സ്റ്റേ മോർ ഡേയ്സ്, അല്ലെങ്കിൽ എത്ര ദിവസമാണോ എന്നുള്ളത് നമ്മുടെ ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പൊ എന്താണ് ഇനി OP സർവീസ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ OP ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ നമുക്ക് വേണ്ട എന്താണോ ട്രീറ്റ്മെന്റ് ആ ട്രീറ്റ്മെന്റ് നമുക്ക് തരും. അപ്പൊ അതെടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടുന്ന് റെസ്റ്റ് എടുത്ത് നമ്മുടെ ആ രോഗത്തിനെ പ്രിവെന്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ തീവ്രത നമ്മൾ കുറച്ച് കൊണ്ടുവരാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തത് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണ്. ഹോസ്പിറ്റലിനെ നമ്മൾ കോമൺ ആയിട്ട് 5 സോണുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് സോൺ, സെക്കൻഡ് സോൺ, തേർഡ് സോൺ, നഴ്സിംഗ് സോൺ ആൻഡ് സർവീസ് സോൺ. ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് സോൺ, സെക്കൻഡ് സോൺ, തേർഡ് സോൺ, അതേപോലെ തന്നെ നഴ്സിംഗ് സോൺ, സർവീസ് സോൺ. ഈ ഫസ്റ്റ് സോണിൽ വരുന്നതാണ് നമ്മുടെ OP ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ED. അതേപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ്, ബാക്ക് ഓഫീസ്, ഇതൊക്കെ വരുന്നത് നമ്മുടെ ഒന്നാമത്തെ ഫസ്റ്റ് സോണിലാണ് വരുന്നത്. സെക്കൻഡ് സോണിൽ വരുന്നതാണ് നമ്മുടെ ലാബ് സർവീസുകൾ. എമർജൻസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പെട്ടെന്ന് ലാബ് സർവീസിന്റെ ആവശ്യം വരും. ആ ലാബ് സർവീസുകൾ എക്സ്റേ, ഡയഗ്നോസിസ്, നമ്മുടെ രോഗം കണ്ടെത്താനുള്ള എല്ലാ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റുകളും വരുന്നത് നമ്മുടെ ഈ രണ്ടാമത്തെ സോണിലാണ്. ഇനി മൂന്നാമത്തെ സോൺ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ മെയിൻ കോർ ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ മെയിൻ കോർ എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂന്നാമത്തെ സോണാണ്. അതായത് അതിൽ വരുന്നതാണ് ഓപ്പറേഷൻ തിയേറ്റർ, ICU, അതേപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ മറ്റ് ഏതൊരു എമർജൻസി ഭാഗങ്ങളും വരുന്നത് നമ്മുടെ ഈ മൂന്നാമത്തെ സോണിലാണ്. നാലാമത്തെ സോണാണ് നമ്മുടെ നഴ്സിംഗ് സോൺ. അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ഓരോ ഭാഗങ്ങളിലും ഓരോ നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാകും. അതായത് ഓരോ റൂമിനും ഒരു ഫസ്റ്റ് വരുന്ന ആ ഒരു ഭാഗത്തെ റൂം ഏതൊക്കെയാണോ ആ റൂമുകൾക്ക് ഒരു നഴ്സിംഗ് സ്റ്റേഷൻ, അതായത് നമ്മൾ 5 or 6 നഴ്സിംഗ് സ്റ്റാഫിന്റെ സേവനം അറ്റ് എനി ടൈം, ഏതൊരു സമയത്തും നമുക്ക് അവരുടെ സേവനം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ നഴ്സിംഗ്
സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ എന്താ പറയുക ഓരോ ഭാഗങ്ങളിലായിട്ടാണ് ഈ നേഴ്സിംഗ് സോണുകൾ കാണുന്നത്. ഇനി ലാസ്റ്റ് സോൺ, അതായത് അഞ്ചാമത്തെ സോണാണ് നമ്മുടെ സർവീസ് സോൺ. ഈ നേഴ്സിംഗ് സ്റ്റാഫുകളുടെയും OP ഡിപ്പാർട്ട്മെന്റും അല്ലാതെ തന്നെ നമുക്ക് മറ്റൊരുപാട് സേവനങ്ങൾ ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളതായിട്ട് വരുന്നുണ്ട്. അതായത് പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ, ഹൗസ് കീപ്പിംഗ്, ഫുഡ് സർവീസ്, ഫുഡ് ക്യാൻറ്റീൻ, ഇതൊക്കെ വരുന്ന നമ്മുടെ മറ്റു സേവനങ്ങളിൽ പെട്ടതാണ് നമ്മുടെ അഞ്ചാമത്തെ സോൺ. ഇനി മറ്റൊന്നാണ് നമ്മുടെ OP സർവീസിന്റെ തന്നെ 3 കാറ്റഗറീസ് ഉണ്ട്. 3 കാറ്റഗറീസ് ഓഫ് OP സർവീസ്. അതിൽ ഫസ്റ്റ് വൺ ജനറൽ ഔട്ട് പേഷ്യന്റ്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ് ആൻഡ് എമർജൻസി ഔട്ട് പേഷ്യന്റ്. അതിൽ ഒന്നാമത്തെ വരുന്ന റെഫേർഡ് ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ, ജനറൽ ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ എമർജൻസി ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ വരുന്നത് നമ്മുടെ ഈ ഔട്ട് പേഷ്യന്റ് സർവീസിലാണ്, അതായത് OP ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ജസ്റ്റ് നമ്മുടെ അസുഖത്തെ കാണിക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടുന്ന് ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കണ്ട് ഡോക്ടർ നമുക്ക് മെഡിസിൻ തന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ സാധാരണയായിട്ട് ഒരു അസുഖം വന്ന് കഴിഞ്ഞ് നമ്മളെ ഡോക്ടറെ കാണാൻ പോകുന്ന അത്തരം കണ്ടീഷനെയാണ് നമ്മൾ ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. എന്നാൽ റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണുന്നു. നമുക്കിപ്പോൾ ഒരു വൈറൽ സംബന്ധമായിട്ടുള്ള അസുഖമാണ് വന്നതെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആ ഡോക്ടർ നമ്മളെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിലേക്ക്, വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് നമ്മൾ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മളെ റെഫർ ചെയ്യാണ്. അതായത് നമ്മൾ കാണിക്കാൻ പോയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഡോക്ടർ നമ്മളെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്ത് കാണിക്കാൻ പോകുക. അപ്പോൾ അത്തരം പേഷ്യൻസിനെയാണ് നമ്മൾ റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. എന്നാൽ മൂന്നാമതായിട്ട് വരുന്ന നമ്മുടെ എമർജൻസി ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പെട്ടെന്ന് തലകറങ്ങി വീഴുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്ട്രോക്ക്, ട്രോമ, അല്ലെങ്കിൽ ആക്സിഡന്റ് കേസ്, ഇത്തരം കേസുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഡയറക്ട്ലി എൻറ്റർ ഇൻ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓർ ED. അത്തരം പേഷ്യന്റിനെയാണ് നമ്മൾ എമർജൻസി പേഷ്യന്റ് എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ് പറയുന്നത്. അതിൽ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസും മറ്റൊന്ന് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസാണ്. ഈ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ആ ഹോസ്പിറ്റലിൽ നമുക്ക് ഡയഗ്നോസിസും, അതായത് രോഗം കണ്ടെത്തുക എന്നുള്ള എല്ലാ ടെസ്റ്റുകൾ ചെയ്യാനും, അതേപോലെ തന്നെ തെറാപ്യൂട്ടിക് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗത്തിനെതിരെയുള്ള ചികിത്സാ രീതികൾ എല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതായിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ എവിടെ നോക്കിക്കഴിഞ്ഞാലും പോളി ക്ലിനിക്കുകൾ, അതായത് പോളി ക്ലിനിക് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ അവിടെ ഓപ്പൺ ആയി നൈറ്റ് വരെ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങളിൽ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റ്, വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വേറെ തന്നെ ക്ലിനിക്കുകൾ ഉണ്ടാകും. കാർഡിയാക് സെന്റേഴ്സ്, നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ നമുക്ക് ആ അസുഖങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഓരോ ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സെന്റർ ആയിക്കോട്ടെ, നമ്മുടെ എന്തെങ്കിലും സർജറി, വെരിക്കോസ് വെയിനിലൊക്കെ ആണെങ്കിൽ വെരിക്കോസ് വെയിനിന്റെ ആ ട്രീറ്റ്മെന്റും അതിന്റെ ഡയഗ്നോസ് മാത്രം ചെയ്യുന്ന സെന്റേഴ്സുകൾ. അപ്പോൾ ഓരോന്നിനും നമുക്ക് വ്യത്യസ്തമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഈ ഡീസെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് തന്നെയാണ് നമ്മുടെ ഒന്ന് എൻഡോസ്കോപ്പി സെന്ററുകളും കൊളോണോസ്കോപ്പി സെന്ററുകളും. എന്താണ് എൻഡോസ്കോപ്പി സെന്റർ, എന്താണ് കൊളോണോസ്കോപ്പി സെന്റർ? നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പുറമേയുള്ള ഭാഗങ്ങൾ കാണാനും അതേപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളെ കണ്ടെത്താൻ പറ്റും. എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇന്റേണൽ ഓർഗൻസ്, ആന്തരിക അവയവങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻസ്, തടസ്സങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ വയറിന്റെ ഉൾഭാഗം കാണണം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഹിഡൻ ക്യാമറ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒരു ട്യൂബ്, ഒരു എന്താ പറയുക ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് വഴി നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടും. അപ്പൊ നമ്മുടെ മൗത്ത് ടു സ്റ്റൊമക്ക്, നമ്മുടെ വായ മുതൽ ആമാശയം വരെയുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഡോസ്കോപ്പി, അവിടെ നമ്മുടെ ആമാശയം തൊട്ട് നമ്മുടെ എന്താ പറയാ ആനസ് വരെയുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കൊളോണോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഈ എൻഡോസ്കോപ്പി സെന്റർ വേറെയായിരിക്കും, അതേപോലെ തന്നെ കൊളോണോസ്കോപ്പി
ചെയ്യാനുള്ള ആ കൊളോണോസ്കോപ്പി സെന്റേഴ്സ് വേറെ ആയിരിക്കും. മറ്റൊന്നാണ് നമ്മുടെ കീമോതെറാപ്പി, അതായത് നമ്മുടെ ക്യാൻസറിനെതിരെ നമുക്ക് അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ആ സെല്ലുകളെ കരിച്ചു കളയുക. അപ്പൊ അവിടെയുള്ള സെല്ലുകളെ കരിച്ചു കളയുന്നത് റേഡിയേഷൻ കൊടുത്തിട്ടാണ്. ഒന്നുകിൽ ഹൈ ആക്റ്റീവ് ആയിട്ടുള്ള ഹോട്ട് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് കിരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് കിരണങ്ങളെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ട് അവിടെയുള്ള സെല്ലുകളെ നശിപ്പിക്കുക. ആ ക്യാൻസറിന് കാരണമായിട്ടുള്ള കോശങ്ങൾ ഏതാണോ അതിനെ പാടെ അവിടുന്ന് കരിച്ചു കളയുന്ന പ്രോസസ്സാണ് നമ്മുടെ കീമോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഈ കീമോതെറാപ്പി ചെയ്യാനുള്ള കീമോതെറാപ്പി സെന്ററുകളും അതേപോലെ തന്നെ നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, നമ്മുടെ വീട്ടിൽ കിടപ്പിലായിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമുക്ക് ആവശ്യമുണ്ടോ ആ മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമുക്ക് ഇന്ന് റെന്റിന് ആയിട്ട്, അതായത് വാടകയ്ക്ക് എടുത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ സൗകര്യത്തിന് കൊണ്ടുപോയിട്ട് നമുക്ക് പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവർക്ക് ആ ഫെസിലിറ്റി ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം നമുക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട്. അതും നമ്മുടെ ഈ ഡീസെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ വരുന്ന ഒരു ഭാഗമാണ്. ഇനി എന്താണ് ഒരു ഔട്ട് പേഷ്യന്റ് സർവീസ് കൊണ്ടുള്ള ബെനിഫിറ്റ്? ഒരു ഔട്ട് പേഷ്യന്റ് സർവീസ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് പറയുന്നത് എക്സ്പെൻസ് എന്തായിരിക്കും? ഇൻ പേഷ്യന്റിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവായിരിക്കും, കോസ്റ്റ് ലെസ് ആയിരിക്കും. കാരണം they do not stay in overnight. അവർക്ക് എന്ത് വേണ്ടി വരുന്നില്ല, അവിടെ ഒരു രാത്രിയിൽ കൂടുതൽ താമസിക്കേണ്ടത് വരുന്നില്ല. മറ്റൊരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഉണ്ടാകുന്ന സ്റ്റാഫുകളുടെ സേവനം നമുക്ക് എന്തായിരിക്കും? നമുക്ക് ഏറ്റവും മൂല്യമുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയാ കെയറിംഗ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ആ OP ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെ പ്രൊസീജിയർ ആണോ ചെയ്യാനുള്ളത്, ഡയഗ്നോസ് ആയിക്കോട്ടെ, തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, അത് ഏത് തരത്തിലുള്ള ഫെസിലിറ്റി ആണെങ്കിൽ പോലും നമുക്ക് ഈ OP ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് നമ്മുടെ ഒരു OP സർവീസിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അപ്പൊ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they do not require overnight stay, so the cost is very cheap. ഇനി അടുത്തതാണ് ഒരു OP സർവീസിന്റെ അല്ലെങ്കിൽ OP ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഫംഗ്ഷൻ. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് ബെസ്റ്റ് ക്വാളിറ്റി സർവീസ്. ഇറ്റ് പ്രൊവൈഡ് വൈഡ് റേഞ്ച് ഓഫ് സ്പെഷ്യലൈസ്ഡ് സർവീസ് ആണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സർവീസസ് ആർ അവൈലബിൾ അറ്റ് ഓൾ ടൈംസ്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഇറ്റ് സർവീസസ് ഇറസ്പെക്റ്റീവ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ അറ്റ് എനി സ്റ്റേജ്. ഇനി അടുത്തതാണ് എന്തൊക്കെയാണ് ഔട്ട് പേഷ്യന്റിന്റെ അഡ്വാൻറ്റേജും അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും. ഏതൊരു സേവനമായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാലും അതിന് ഒരുപാട് ഗുണങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ദോഷങ്ങളും ഉണ്ടാവും. അപ്പൊ അടുത്ത നമുക്ക് പറയാനുള്ളതാണ് ഔട്ട് പേഷ്യന്റ് സർവീസ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റ്. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കോസ്റ്റ് എന്തായിരിക്കും? എപ്പോഴും വളരെ ലെസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിക്കവറി. നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ട് രോഗം റിക്കവറി ആകുന്നതിലും കുറച്ചുകൂടെ സമയം എവിടെ പിടിക്കും? നമ്മുടെ ഔട്ട് പേഷ്യന്റിന് പിടിക്കും. കാരണം നമുക്ക് ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു ഡോക്ടറുടെയും അതേപോലെ തന്നെ നഴ്സുമാരുടെയും സേവനങ്ങൾ നമുക്ക് ലഭിക്കും. എന്നാൽ നമ്മൾ നേരെ മറിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് ആവുകയാണെങ്കിൽ നമുക്ക് ആ റിക്കവറിക്കുള്ള ചാൻസ് എന്താണ്? വളരെ ഔട്ട് പേഷ്യന്റിനേക്കാളും കുറച്ചും കൂടെ എന്ത് ചെയ്യും? കൂടുതൽ സമയം നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസ്, എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസിന്റെ ഫങ്ഷൻസ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്, മറ്റൊന്ന് നമ്മൾ പഠിച്ച് എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസിന്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും. ഇനി അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് മറ്റൊന്ന് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസ്. എന്താണ് ഇൻപേഷ്യന്റ്? നമ്മൾ ഔട്ട് പേഷ്യന്റ് പറഞ്ഞു they do not require an overnight stay. എന്നാൽ ഒരു ഇൻപേഷ്യന്റ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഔട്ട് പേഷ്യന്റ് സർവീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഇൻപേഷ്യന്റ് സർവീസ് വരുന്നത്. കാരണം നമ്മൾ എന്തൊക്കെ സേവനങ്ങളാണോ നമ്മൾ ഔട്ട് പേഷ്യന്റിൽ ചെയ്തു കൊടുത്തത്, അപ്പോൾ ഒരു ഇൻപേഷ്യന്റ് ആണെങ്കിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവരുടെ രോഗത്തിന്റെ തീവ്രത എത്രത്തോളം സമയം അതിലേക്ക് ആ രോഗം നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റണമെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പം അത്തരം കണ്ടീഷൻസിൽ നമ്മൾ ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഡോക്ടറുടെയും അതേപോലെ തന്നെ നേഴ്സിന്റെയും സേവനങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ആ രോഗത്തെ പെട്ടെന്ന് എന്ത് ചെയ്യാം? ആ രോഗത്തെ മാറ്റിയെടുക്കാം, അല്ലെ? അതാണ് നമ്മൾ ഒരു ഇൻപേഷ്യന്റ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു
എന്നിട്ട് ഡോക്ടർക്ക് മനസ്സിലാവുന്നത് നമ്മുടെ രോഗത്തിന്റെ തീവ്രത നോക്കിയിട്ടാണ്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? നേരെ റെഫർ ചെയ്യും. അപ്പൊ അവിടെ ആ പേഷ്യന്റ് ആരായി? ജനറൽ പേഷ്യന്റ് നേരെ റെഫേർഡ് പേഷ്യന്റ് ആയി മാറി. അപ്പൊ ആ റെഫേർഡ് പേഷ്യന്റിനെ നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർ നേരെ ഫ്രണ്ട് ഓഫീസിലേക്ക് പോകും. അപ്പൊ അവിടെയാണ് നമ്മുടെ OP സർവീസിന്റെ ഫസ്റ്റത്തെ ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ അഡ്മിറ്റഡ് ആണെങ്കിൽ അവിടെ ഒരു IP ഡിപ്പാർട്ട്മെന്റ് കൗണ്ടർ ഉണ്ടാവും. അതായത് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൗണ്ടർ. ആ കൗണ്ടറിലേക്ക് പോയി നമ്മൾ അവിടെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ പേഷ്യന്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് കൊടുക്കണം. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അവിടെ അവരുടെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. അപ്പൊ പേഷ്യന്റിന്റെ വയസ്സ്, അവരുടെ ഫാമിലി ഹിസ്റ്ററി, നെയിം, ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യാൻ വന്നത്, എത്ര ദിവസങ്ങളായി ഈ അസുഖം തുടങ്ങിയിട്ട്, എത്രത്തോളം സിവിയർ ആയിട്ടുണ്ട്, ഏതൊക്കെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, അതുവരെ എന്തൊക്കെ മെഡിസിൻ എടുത്തു, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിവരങ്ങൾ നമ്മൾ ആ IP ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പേഷ്യന്റിനെ കുറിച്ചിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ ആ ജനറൽ പേഷ്യന്റ് ആയി വന്നിട്ടുള്ള ആ പേഷ്യന്റ് ഇപ്പൊ അവിടെ റെഫേർഡ് പേഷ്യന്റ് ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മൾ പേഷ്യന്റിനെ നേരെ അഡ്മിറ്റ് ചെയ്യും. ഇനിയിപ്പോ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പേഷ്യന്റിനെ കുറിച്ചിട്ട് നമ്മൾ കൊടുത്തു. അതല്ലാതെ അവർ നമ്മളടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ടോ? അതായത് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ? അപ്പൊ ആ ഹോസ്പിറ്റലിൽ നമ്മൾ ഏത് ഇൻഷുറൻസ് ഡെസ്ക് ആയിട്ടാണോ നമുക്ക് ഉള്ളത് അവരുമായിട്ട് എന്താവും? ആ നമ്മുടെ ബില്ലിംഗ് യൂണിറ്റ് സെക്ഷൻ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടാകും. ആ ബില്ലിംഗ് യൂണിറ്റിലേക്ക് നമ്മൾ വരുന്ന പിന്നീട് അങ്ങോട്ട് വരുന്ന എല്ലാ ചികിത്സകളും നമ്മുടെ ബില്ല് പോകുന്നത് നമ്മുടെ ഏത് യൂണിറ്റിലേക്കായിരിക്കും? നമ്മുടെ ഇൻഷുറൻസ് സ്കീമിലേക്കായിരിക്കും നമുക്ക് പോകുന്നത്. പിന്നീട് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള റൂമാണ് വേണ്ടത്? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു ഇൻപേഷ്യന്റ് ആകുന്ന സമയത്ത് നമ്മൾ അവിടെ കൊടുക്കും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ നേരെ നമ്മുടെ റൂം ഏതാണോ ആ റൂമിലേക്ക് നമ്മളെ മാറ്റും. അവിടെ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചിട്ടുള്ള കൺസൾട്ട് ചെയ്ത ഡോക്ടർ ഏതാണോ ആ ഡോക്ടറുടെ അടുത്ത് നിന്ന് നമ്മളെ ഒരു സ്ലിപ്പ് വാങ്ങും. ആ ഫയൽ പിന്നീട് മൂവ് ചെയ്യുന്നത് നമ്മുടെ സോണായിട്ടുള്ള നേഴ്സിംഗ് സോണിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പൊ ആ നേഴ്സിംഗ് സോണിൽ നിന്ന് നമ്മുടെ നേഴ്സുമാർ എന്ത് ചെയ്യും? ആ നമ്മളെല്ലാ ഡീറ്റെയിൽസും നോക്കി നമുക്ക് ഇനി അടുത്ത പ്രൊസീജിയർ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് നൽകേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുള്ള ഡോക്ടർ അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് നമ്മുടെ നേഴ്സുമാർ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ട കൃത്യ ടൈമിന് മെഡിസിൻ തരും. അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള റേഡിയോളജിക്കൽ ടെസ്റ്റുകളോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ എക്സ്റേ ഏത് തരത്തിലുള്ള ഡയഗ്നോസിസ് ആവശ്യമുണ്ട്, അത് ഏതൊക്കെ സമയത്ത് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നേഴ്സുമാർ വന്നിട്ട് നമ്മളെടുത്ത് ചെയ്യും. ഇനി നമ്മൾ ഔട്ട് പേഷ്യന്റ് അങ്ങനെ നമ്മൾ ഇൻപേഷ്യന്റ് ആയി. അപ്പൊ IP ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അവിടെയുള്ള ഡ്യൂട്ടി ഡോക്ടേഴ്സും അതേപോലെ തന്നെ അവിടെയുള്ള നേഴ്സിംഗ് സർവീസിലുള്ള നേഴ്സിംഗ് സ്റ്റാഫുകളും ഒരു ക്ലോക്ക് വൈസ് ആയിട്ട്, അതായത് ഒരു ക്ലോക്കിന്റെ സൂചി എങ്ങനെയാണോ കറങ്ങുന്നത് അതേപോലെ 24 മണിക്കൂറും നമുക്ക് ആരുടെ സേവനം ലഭിക്കുന്നുണ്ട്? നമ്മൾ കൺസൾട്ട് ചെയ്ത ഡോക്ടർ അല്ലെങ്കിൽ അവിടെയുള്ള ഡ്യൂട്ടി ഡോക്ടർ. നമ്മൾ കൺസൾട്ട് ചെയ്ത ഡോക്ടർ നമ്മുടെ ഒരു OP സമയത്ത് വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കി കൺസൾട്ട് ചെയ്ത് നമ്മുടെ രോഗത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ രോഗത്തിന്റെ പുരോഗതി എത്രത്തോളം മാറ്റമുണ്ടെന്ന് മനസ്സിലാക്കും. ഈ നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡ്യൂട്ടി ഡോക്ടറും അതേപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവര് വന്നു കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് ടൈമിന് നമ്മുടെ ഫുഡ് ആയിക്കോട്ടെ, നമുക്ക് മെഡിസിൻ ആയിക്കോട്ടെ, എല്ലാം എന്ത് ചെയ്യുന്നു? ഈ നഴ്സിംഗ് സ്റ്റാഫ് വന്നിട്ട് നമുക്ക് തരും. എന്നിട്ട് നമ്മുടെ രോഗത്തിന്റെ തീവ്രത കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നപ്പോൾ എന്തൊക്കെയാണോ ടെസ്റ്റ് ചെയ്തത് അത് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അത്തരം ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ രോഗത്തിന്റെ തീവ്രത കുറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു കോഴ്സ് എത്രയാണോ അത്രയും ദിവസത്തിന് ശേഷം വീണ്ടും നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊസീജിയറൊക്കെ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അഡ്വൈസുകളും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള എല്ലാ അഡ്വൈസുകളും തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നേഴ്സിംഗ് സ്റ്റോണിലുള്ള നേഴ്സിംഗ് സ്റ്റാഫിന്റെ പ്രവർത്തനം നമുക്ക് ലഭിക്കുന്നത്. Yes, next, what is the main difference between inpatient care and outpatient care? എന്താണ് ഒരു ഇൻപേഷ്യന്റ് കെയറിൻ്റെതും അതേപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് കെയറിൻ്റെതും ഒരു വലിയ ഡിഫറൻസ്? അതിൽ ഫസ്റ്റ് വൺ പറയുകയാണെങ്കിൽ OP care means outpatient care. Outpatient care do not require an overnight
ഡിഫറൻസ് ഈസ് ദ ഹോസ്പിറ്റലൈസ്ഡ് ഓർ നോട്ട്. ഹോസ്പിറ്റലൈസ് ചെയ്യണോ, അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആവണോ വേണ്ടയോ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് എന്താണ് IB കെയർ, എന്താണ് OP കെയർ. OP കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സർജറികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരുന്നില്ല, ഹോസ്പിറ്റലിൽ അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് ഉള്ള ആവശ്യം വരുന്നില്ല. എന്നാൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു മേജർ സർജറികളൊക്കെ ചെയ്യാണ്, അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റിന് ബെറ്റർ കെയർ ആവശ്യമാണ്, ട്രോമ, അതായത് ഇന്റേണൽ ബ്ലീഡിങ്, സ്ട്രോക്ക്, ന്യൂമോണിയ, ഇത്തരം കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ഒരു IB കെയർ. കാരണം നമുക്ക് പ്രീ ഓപ്പറേറ്റീവ് ചെക്കപ്പും പോസ്റ്റ് ഓപ്പറേറ്റീവ് ചെക്കപ്പ്, അതായത് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് ഒരുപാട് ഫിസിക്കൽ കണ്ടീഷൻസ്, നമുക്ക് ഒരുപാട് ബ്ലഡ് സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ എക്സ്റേ, ECG എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് ചെയ്യാനുണ്ട്. അതായത് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് അവിടെ ബ്ലീഡിങ് ടൈം, ക്ലോട്ടിങ് ടൈം, അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ആ പേഷ്യന്റിന് IB കെയർ ആണ് ആവശ്യം. എന്നാൽ ചെറിയ ചെറിയ എന്താ പറയാ മുഴകൾ നീക്കം ചെയ്യാൻ, അതായത് കണ്ണിന്റെ സർജറികള്, അതേപോലെ തന്നെ നമ്മുടെ കീമോതെറാപ്പി ആയിക്കോട്ടെ, ഡയാലിസിസ് ആയിക്കോട്ടെ, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓവർനൈറ്റ് സ്റ്റേ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പൊ ഇതാണ് ഔട്ട് പേഷ്യന്റ് കെയർ. എന്നാൽ ഇൻപേഷ്യന്റ് കെയർ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, സീരിയസ് ഇൽനസ്, സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ, കാർഡിയാക് കത്തീറ്ററൈസേഷൻ, കാർഡിയാക് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരിക, അതേപോലെ തന്നെ ന്യൂമോണിയ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന എന്താ പറയുക ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡിസീസസ്, ഈ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് IB കെയർ ആണ് അവിടെ ആവശ്യം. അടുത്തതാണ് വാട്ട് ആർ ദ കോസ്റ്റ് ഓഫ് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ്. നമുക്കറിയാം ഔട്ട് പേഷ്യന്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉണ്ടാകും. നമ്മൾ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് വന്ന് കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു ഫീസ്, നമ്മുടെ മെഡിക്കൽ ഫാർമസിയിലുള്ള കോസ്റ്റ്, അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള MRI ടെസ്റ്റുകളോ CT, PT, any ബ്ലഡ് സ്ക്രീനിങ് ടെസ്റ്റ്, ഇതൊക്കെയാണ് നമുക്ക് ഒരു ഔട്ട് പേഷ്യന്റ് സർവീസിൽ വരുന്നത്. എന്നാൽ ഒരു ഇൻപേഷ്യന്റ് സർവീസിൽ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ അവിടെ അഡ്മിറ്റഡ് ആയിട്ടുള്ള സമയം മുതൽക്ക് ഡിസ്ചാർജ് ആകുന്ന സമയം വരെ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തോ, അതായത് ചില സമയത്ത് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സോ അല്ലെങ്കിൽ മെഡിക്കൽ സെറ്റപ്പുകളോ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്തു അതിന് വരുന്ന കോസ്റ്റുകൾ, ഡോക്ടേഴ്സ് ചാർജ്, നഴ്സിംഗ് സ്റ്റാഫ് ചാർജ്, റൂം റെന്റ്, അങ്ങനെ ഒരുപാട് കോസ്റ്റുകളാണ് നമ്മുടെ ഒരു ഇൻപേഷ്യന്റ് കോസ്റ്റ് ആയിട്ട് നമ്മൾ